अस्सलामु अलैकुम വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ലേണേഴ്സ്, ഔറത്തോം കാ ദർജ എന്ന അൽതാഫ് ഹുസൈൻ ഹാലി എഴുതിയ അതിമനോഹരമായ ഒരു കവിത നാം പഠിച്ചു. ഈ ഒരു ചാപ്റ്ററിൽ കപടോം കി ദാവത്ത് എന്ന ഒരു അധ്യായമാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. കപടോം കി ദാവത്ത്, വസ്ത്രങ്ങളുടെ പാർട്ടി അല്ലേ. ദാവത്ത് എന്ന് പറഞ്ഞാൽ ക്ഷണം, പാർട്ടി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കപടോം കി ദാവത്ത്, വസ്ത്രങ്ങളുടെ പാർട്ടിയെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പുതിയ ഇനീഷ്യേറ്റീവായിട്ട് നിങ്ങൾ കുറേ പുതിയ ഉറുദു പദങ്ങൾ ഇതിൽ നിങ്ങൾ പഠിക്കും അല്ലേ. അപ്പോൾ 2 പുതിയ ഉറുദു പദം എടുത്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻ്റായി ഒരു സെൻറ്റൻസ് എഴുതി നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഒരുപാട് പുതിയ പദങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ചാപ്റ്ററിൽ കടന്നു വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ലേണേഴ്സ് ചെയ്യേണ്ടത്, 2 പുതിയ പദങ്ങൾ എടുത്ത് അതിനെ ഒരു ഇസ്താമിൽ ഫിൽ ജുമൽ, ഒരു ജുംലയിൽ നിങ്ങൾ പ്രയോഗിക്കുക, സെൻറ്റൻസിൽ പ്രയോഗിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. കപടോം കി ദാവത്ത്, വസ്ത്രങ്ങളുടെ പാർട്ടി അല്ലേ. ഇൻഷാ അല്ലാഹ്. ബഹുത് സമാന ഗുസര, എന്താണ് അതിൻ്റെ അർത്ഥം? ബഹുത് സമാന ഗുസര, വളരെ കാലങ്ങൾക്ക് മുമ്പ്. ബഹുത് സമാന ഗുസര, വളരെ കാലങ്ങൾക്ക് മുമ്പ്. കിസി ഗാവോ മേം ഏക് ഒരീബ് ഷഖ്സ് രഹ്താ താ, ഏതോ ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരുന്നു. ഒരീബ് എന്ന് പറഞ്ഞാൽ എന്താ? പാവപ്പെട്ടവൻ. അപ്പോൾ ഏക് ഒരീബ് ഷഖ്സ് രഹ്താ താ, ഒരു പാവപ്പെട്ട വ്യക്തി ജീവിച്ചിരുന്നു. ഉസ്കാ നാം നാസുറുദ്ദീൻ താ, അദ്ദേഹത്തിൻ്റെ പേര് നാസുറുദ്ദീൻ എന്നായിരുന്നു. വോ ബഹുത്ത് അഖിൽമന്ത് और ഖുഷ് മിസാജ് താ. നിങ്ങൾ ഉറുദു വായിക്കുന്നതും ശ്രദ്ധിക്കണേ, എൻ്റെ കൂടെ വായിച്ചു നോക്കുക. ആദ്യം നിങ്ങൾ ഒരു പ്രാവശ്യം ഉറുദുവിൽ മാത്രം വായിച്ച ശേഷം പിന്നീട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി മീനിങ് വെച്ച് വായിക്കുക. അപ്പോൾ വോ ബഹുത്ത് അഖിൽമന്ത്, അവൻ വളരെ ബുദ്ധിശാലിയും ബുദ്ധിമാനും. ഖുഷ് മിസാജ്, ഖുഷ് മിസാജ് എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളവൻ അല്ലെങ്കിൽ നല്ലവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അവൻ വളരെ ബുദ്ധിശാലിയും സന്തോഷമുള്ളവനുമായിരുന്നു. വോ സാദാ ജിന്ദഗി ഗുസാർത്താത്ത, അവൻ ഒരു സിമ്പിളായിട്ടുള്ള, സാദാ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള, അപ്പോൾ വോ സാദാ ജിന്ദഗി, അവൻ സാധാരണമായിട്ടുള്ള ഒരു ജീവിതമാണ് ഗുസാർത്താത്ത, അവൻ സാധാരണമായ ഒരു ജീവിതമാണ് കഴിച്ചു കൂട്ടിയിരുന്നത്. ഉസേ ദുനിയാ കി കിസി ചീസ് കി പർവാ നഹീ തി, ഉസേ അവൻക്ക് ദുന്യാവിൻ്റെ കിസി ചീസ് കി, ഏതൊരു വസ്തുവിൻ്റെ മേലിലും പർവാ നഹീത്തി, പരിഗണന ഉണ്ടായിരുന്നില്ല. പർവാ കർണ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പരിഗണിക്കുക. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ, ഈ ലോകത്തിലെ ഒരു വസ്തുവും അവനെന്ത് ചെയ്തിരുന്നില്ല, അങ്ങനെ കെയർ ചെയ്തിരുന്നില്ല, പരിഗണിച്ചിരുന്നില്ല. മനസ്സിലായോ? അതിൻ്റെ ഒരു മീനിങ് മനസ്സിലായോ? അപ്പോൾ ഏത് സാധനത്തിനും അല്ലെങ്കിൽ ഒരു കാര്യത്തെയും അദ്ദേഹം വളരെ കൺസിഡർ ചെയ്തിരുന്നില്ല, പരിഗണിച്ചിരുന്നില്ല. ഏക് ഷാം, ഒരു വൈകുന്നേരം. നാസറുദ്ദീൻ അപ്പിനെ ഖച്ചർ പർ, എന്താണ് ഖച്ചർ? നിങ്ങൾ പഠിച്ച പദമായിരിക്കുമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖച്ചർ എന്ന് പറഞ്ഞാൽ കോവർ കൈത. അപ്പോൾ ഏക് ഷാം, ഒരു വൈകുന്നേരം. നാസറുദ്ദീൻ അപ്പിനെ ഖച്ചർ പർ, തൻ്റെ കോവർ കൈതയുടെ മേൽ സവാർ കാരണം എന്താ? യാത്ര ചെയ്യുക അല്ലേ. അപ്പോൾ സവാർ യാത്ര ചെയ്ത് ഗർ ലോട്ട് രഹാത്ത, വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോട്ട് രഹിന എന്ന് പറഞ്ഞാൽ എന്താ? മടങ്ങുക, തിരിച്ചു വരിക അല്ലേ. അപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങുകയായിരുന്നു. രാസ്തേമേം, വഴിയിൽ വെച്ച്. ഉസേ അദ്ദേഹം, അപ്പിന ഏക്ക് പടോസി മില, അദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസിയെ കണ്ടുമുട്ടി. പടോസി എന്താ? അയൽവാസി. അപ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസിയെ കണ്ടുമുട്ടി. വോ ഖൂബ്സൂറത്ത് ലിബാസ് മേം മൽബൂസ് ജൽദി കഹേം ജാ രഹാ താ. വോ ഖൂബ്സൂറത്ത് ലിബാസ് മേം, ഖൂബ്സൂറത്ത് ധാരാളം പല പ്രാവശ്യം വന്ന പദമാണ്, മനോഹരമായ അല്ലേ, ബ്യൂട്ടിഫുൾ. ഓ ഖൂബ്സൂറത്ത് ലിബാസ് മേം, മനോഹരമായ വസ്ത്രത്തിൽ. മൽബൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ധരിച്ചവൻ. അപ്പോൾ അവൻ വളരെ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചവനായി. ജൽദി വേഗത്തിൽ. കഹം ജാ രഹാ താ, എവിടേക്കോ പോവുകയാണ്. നാസറുദ്ദീനെ ഉസ്സേ കഹ, അപ്പോൾ നമ്മുടെ നാസറുദ്ദീൻ അദ്ദേഹത്തോട് പറഞ്ഞു. ആദാബ് മേരെ ദോസ്ത്. ആദാബ് മേരെ ദോസ്ത് എന്ന് പറഞ്ഞാൽ സാധാരണയായി ഉറുദുവിൽ അഭിവാദ്യം ചെയ്യാൻ
ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആദാബ്. നമ്മളിപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ എന്താ പറയല്, നമസ്കാരം, ഒരാളെ കണ്ടുമുട്ടിയാൽ നമസ്കാരം എന്ന് പറയും. അറബിയിൽ അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ സ്വബാൽ ഖൈർ അങ്ങനെ എന്തെങ്കിലും പറയും. ഇംഗ്ലീഷിലാകുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അതുപോലെ ഉറുദുവിൽ നമ്മൾ ആദാബ് മേരെ ദോസ്ത്, ആദാബ് എന്നാ പറയാം. അപ്പോൾ ആദാബ് മേരെ ദോസ്ത്, കൂട്ടുകാരാ എൻ്റെ അഭിവാദ്യം. ഐസ മാലും ഹോത്തായ, ഇങ്ങനെ തോന്നുന്നു. കെ എന്തെന്നാൽ തും കിസി ബഡി മഹ്ഫിൽ മേ, നിങ്ങൾ ഏതോ ഒരു വലിയ പരിപാടിയിൽ ശരിക്കത്ത് കേലിയെ പങ്കെടുക്കാൻ വേണ്ടി ജാരഹേ ഹോ, പോവുകയാണ്. നിങ്ങൾ ഏതോ വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് തോന്നുന്നുണ്ടല്ലോ എന്ന് അവൻ പറയാണ്. ശരിക്കത്ത് കർണ, പങ്കെടുക്കുക അല്ലേ. പടോസിനെ ജവാബ് ദിയ, അന്നേരം അൽവാസ് എന്ത് ചെയ്തു, മറുപടി പറഞ്ഞു. ജി ഹ, അതെ. ജി ഹ എന്ന് പറഞ്ഞാൽ അതെ, ജി നഹി എന്ന് പറഞ്ഞാലോ അല്ല അല്ലേ. അപ്പോൾ ജി ഹ അതെ, ബിലാൽ സൗദാഗർ കെ യഹാം ദഅവത് മേ ജാ രഹാ ഹോ. ബിലാൽ സൗദാഗർ, സൗദാഗർ എന്ന് പറഞ്ഞാൽ മേർച്ചൻ്റ് എന്നാണ്, മേർച്ചൻ്റ്. അപ്പോൾ സൗദാഗർ വ്യാപാരി അല്ലേ. അപ്പോൾ ബിലാൽ സൗദാഗർ കെ യഹാം, നമ്മുടെ വ്യാപാരിയായ ബിലാലിൻ്റെ യഹാം അവിടെ ദഅവത് മേ ജാ രഹാ ഹോ, അവിടെ എന്തുണ്ട്, പാർട്ടിയുണ്ട്, അതിലേക്ക് പോവുകയാണ്. ആപ് ബി തോ ഉസ്മേ മദ്ഊ ഹൈ, നിങ്ങളും അതിൽ ക്ഷണിക്കപ്പെട്ടവനല്ലേ. ഭൂൽ ഗയേ ക്യാ, നിങ്ങൾ മറന്നുപോയോ. ഭൂൽ കർണ എന്ന് പറഞ്ഞാൽ എന്താ, ഭൂൽ കർണ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ് അർത്ഥം. ഭൂൽ കർണ എന്ന് പറഞ്ഞാൽ മറക്കുക എന്നർത്ഥം. അപ്പോൾ ഭൂൽ ഗയേ ക്യാ, മറന്നുപോയോ എന്ന് ഈ നമ്മുടെ പടോസി ചോദിക്കുകയാണ്. ഓ, അപ്പോൾ അദ്ദേഹം നമ്മളെ നാസുദ്ദീൻ പറയാണ്, ഓ